ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ മോൾ കൺസെപ്റ്റിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ മോൾ കൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാസിനെ ബേസ് ചെയ്താണ് പഠിച്ചത്. തവണ നമ്മൾ വോളിയത്തിന് ഗ്യാഷ്യസ് വോളിയൂംസും മോൾ കൺസെപ്റ്റുമായിട്ടുള്ള ഒരു റിലേഷനാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. മോളാർ വോളിയം, അതിൻ്റെ വാല്യൂ 22.4 ലിറ്റർ. എന്താണെന്ന് നോക്കാം. വോളിയം ഓഫ് 1 മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് STP. STP എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്ന ടെമ്പറേച്ചറും പ്രഷറുമാണ്. അവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm ആവും, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനുമാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ പ്രഷർ 1 atm ആയിരിക്കുമ്പോഴും ടെമ്പറേച്ചർ 273 കെൽവിൻ ആയിരിക്കുമ്പോഴും ആ ഒരു കണ്ടീഷനിൽ 1 മോൾ ഗ്യാസ് കാണിക്കുന്ന വോളിയമാണ് 22.4 ലിറ്റർ. ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അത് അവോഗാഡ്രോ ലോ, നമ്മൾ പഠിച്ച ഗ്യാഷ്യസ് ലോ ആണ്. അവോഗാഡ്രോ ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ എടുത്തു. ആ കണ്ടീഷനാണ് ഇവിടത്തെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രഷറും ടെമ്പറേച്ചറും എടുക്കുന്നു. പ്രഷർ 1 atm, ടെമ്പറേച്ചർ 273 കെൽവിനും. ഇതാണ് ഇവിടത്തെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP എന്ന് പറയുമ്പോൾ ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ STP എന്ന് പറയുന്ന കണ്ടീഷനിൽ 1 മോൾ ഗ്യാസസ് വെക്കുന്നു. 1 മോൾ ഗ്യാസസ് വെക്കുന്നു. അപ്പോൾ 1 മോൾ ഗ്യാസ് ഏതെടുത്താലും ഈ ഒരു കണ്ടീഷനിൽ അതിന് അതിൽ ആപ്ലിക്കബിൾ ആവുന്ന പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. പ്രഷർ 1 atm, ടെമ്പറേച്ചർ 273 കെൽവിനും ആയിരിക്കും. അപ്പോൾ 1 മോൾ ഗ്യാസ് ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ വെക്കുന്നതെങ്കിൽ അതിൻ്റെ അത് അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ എക്സാമ്പിൾ നോക്കുക. 1 മോൾ CO2. 1 മോൾ CO2 ആണ് വെക്കുന്നതെങ്കിൽ അത് 1 മോൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അത് അവോഗാഡ്രോ നമ്പർ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ. 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. അതേപോലെ 1 മോൾ അമോണിയ വെക്കുന്നു. 1 മോൾ അമോണിയ STP എന്ന് പറയുന്ന കണ്ടീഷനിൽ ഇരിക്കുകയാണ് എങ്കിൽ അത് 6.02 × 10⁻23 അമോണിയ മോളിക്യൂൾസ് ആണ് ഉണ്ടാവും അതിൽ. അതേപോലെ 1 മോൾ O2 ആണ് വെക്കുന്നതെങ്കിലും അതിൻ്റെ അകത്തും 6.022 × 10⁻23 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മോളിക്യൂൾസ് സെയിം ആയിരിക്കും. 1 മോൾ വീതം വെക്കുന്നതുകൊണ്ട്, 1 മോൾ വീതം STPയിൽ വെക്കുന്നതുകൊണ്ട് അതെല്ലാം ഉള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ അവോഗാഡ്രോ പറഞ്ഞത് എന്താണ്? വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നല്ലേ. അപ്പോൾ ഇവിടെ മോളിക്യൂളിൻ്റെ എണ്ണം സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയവും എന്താവും? സെയിം ആവും. ഓക്കെ, ആ സെയിം ആകുന്ന വോളിയമാണ് ഇവിടെ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. 22.4 ലിറ്റർ. എല്ലാം 22.4 ലിറ്റർ ആയിരിക്കും. 1 മോൾ CO2 ആയാലും 1 മോൾ അമോണിയ ആയാലും 1 മോൾ O2 ആയാലും STPയിൽ അത് കാണിക്കുന്ന വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്റർ ആയിരിക്കും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 1 മോൾ ആയതുകൊണ്ട് തന്നെ, ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണമൊക്കെ സെയിം ആയതുകൊണ്ട് വോളിയവും സെയിം ആയിരിക്കും. അങ്ങനെ സെയിമായി വരുന്ന വോളിയമാണ് നമ്മൾ ഈ പറഞ്ഞത് 22.4 ലിറ്റർ. ഈ വോളിയമാണ് എന്താണെന്നറിയപ്പെടുന്നത്? മോളാർ വോളിയം എന്ന് അറിയപ്പെടുന്നത്. അവോഗാഡ്രോ ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആ ഒരു കണ്ടീഷൻ കിട്ടാനാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു പ്രഷറും ഈ ഒരു ടെമ്പറേച്ചറും കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത്. അവിടെ 1 മോൾ ഗ്യാസസ് വയ്ക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ 1 മോൾ ഗ്യാസസ് വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അത് അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ടാവും. 1 മോൾ ആണ് വയ്ക്കുന്നതെങ്കിൽ അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട് എല്ലാത്തിലും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വോളിയവും സെയിം ആവും. കാര്യം നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് മോളിക്യൂൾസിൻ്റെ എണ്ണം സിമിലർ ആണ് എങ്കിൽ അതിൻ്റെ വോളിയവും സിമിലർ ആയിരിക്കും. ആ സിമിലറായി വരുന്ന വോളിയമാണ് 22.4 ലിറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഇനി പറയുന്നത്. ഇതിൻ്റെ അപ്ലൈ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇനി പറയുന്നത്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് മോൾസ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ മാസിനെ ബേസ് ചെയ്ത് മോൾസ് കണ്ടെത്തിയായിരുന്നു. അവിടെ നമ്മൾ കണ്ടെത്തിയ രീതി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ
GAM or GMM എന്നായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ വോളിയത്തിനെ ബേസ് ചെയ്ത് നമ്പർ ഓഫ് മോൾസ് കണ്ടെത്തുവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4, അതായത് മോളാർ വോളിയം. ഗിവൺ വോളിയം ബൈ 22.4. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 4 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് അറ്റ് STP. അപ്പോൾ STPയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന 4 ഗ്യാസസ് തന്നിട്ടുണ്ട്. അതിന്റെ വോളിയംസ് ഇതൊക്കെയാണ്. 44.8 ലിറ്റർ അമോണിയ അല്ലേ, പിന്നുള്ളത് 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ 112 ലിറ്റർ നൈട്രജൻ ഗ്യാസ് N2, 11.2 ലിറ്റർ O2. 4 ഗ്യാസസ് ആണ് തന്നേക്കുന്നത്. ഇത് 4 STPയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എത്ര മോൾസ് വീതം ഉണ്ടെന്ന് നോക്കണം. അതായത് 44.8 ലിറ്റർ അമോണിയയിൽ എത്ര 22.4 വരുന്നു എന്ന് നോക്കിയാൽ മതി. 22.4 ആണ് 1 മോൾ ഗ്യാസിന്റെ വോളിയം ഏതായാലും STPയിൽ. അപ്പോൾ 22.4 തന്നിരിക്കുന്ന വോളിയത്തിൽ എത്ര തവണയുണ്ട് എന്ന് നോക്കിയാൽ മതി, നമുക്ക് മോൾസ് കിട്ടും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഇങ്ങനെയാണ്. മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം എന്ന് പറയുന്നത് 44.8 ആണ്, ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 44.8 കാണുമ്പോൾ തന്നെ അറിയാം 2 തവണ 22.4 വരും. അപ്പോൾ 22.4 × 2 അതാണല്ലോ 44.8. അപ്പോൾ 2 തവണയാണ് 22.4 ആ ഒരു ഗിവൺ വോളിയത്തിൽ വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ 2 മോൾ. ഓക്കെ, ഇത് നമ്മൾ എഴുതി ചെയ്യുമ്പോൾ ഇതിനെ ഹോൾ നമ്പർ ആക്കിയാണ് ചെയ്യുന്നത്. ഈ 44.8 × 10 ചെയ്യും. ഡിനോമിനേറ്ററിലും 22.4 × 10 ചെയ്യും. അങ്ങനെയാണ് ഇത് ഹോൾ നമ്പർ ആവും. 448 ഡിവൈഡഡ് ബൈ 224 എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ അല്ലാതെ ചെയ്യുമ്പോൾ വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതെന്ന് കിട്ടും, 2 മോൾ എന്ന് കിട്ടും. അപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഹോൾ നമ്പർ ആക്കിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നവർ ഡയറക്റ്റ് ടൈപ്പ് ചെയ്താലും മതി, അതിൽ 2 മോൾ എന്ന് വരുന്നു. ഓക്കെ, ബി. അടുത്തത് 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. ഇവിടെ ഗിവൺ വോളിയം 89.6 ലിറ്റർ ആണ്. അപ്പോൾ നമ്മൾ മോൾസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഗിവൺ വോളിയത്തിൽ എത്ര 22.4 ഉണ്ട് എന്നാണ് നോക്കുന്നത്. അപ്പോൾ 89.6 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 89.6ൽ 4 തവണ 22.4 വരും. അതുകൊണ്ടാണ് ഇവിടെ 4 മോൾ എന്ന ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് 112 ലിറ്റർ നൈട്രജൻ ഗ്യാസ്. അപ്പോൾ ഇവിടെ മോൾസ് കാണുമ്പോൾ എന്ത് ചെയ്യും? ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 ചെയ്യും. അപ്പോൾ 112 ലിറ്റർ ഡിവൈഡ് ബൈ 22.4. അപ്പോൾ 5 തവണയാണ് 22.4 ഈ പറയുന്ന വോളിയത്തിൽ വരുന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ത് കിട്ടും? 5 മോൾ എന്ന് ആൻസർ വരും. അതേപോലെ 11.2 ലിറ്റർ O2. ഇത് നമുക്ക് കാണുമ്പോഴറിയാം 22.4ന്റെ ഹാഫ് ആണല്ലോ 11.2. 22.4ന്റെ ഹാഫ് ആണ് 11.2. നമുക്ക് ചെയ്ത് നോക്കാം. മോൾസ് ഇസ് ഈക്വൽ ടു 11.2 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ ഇതിന്റെ ആൻസർ ഹാഫ് മോൾ അല്ലെങ്കിൽ 0.5 മോൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ പഠിച്ചത് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു ഗിവൺ വോളിയത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ തന്നിരിക്കുന്ന വോളിയത്തിൽ എത്ര 22.4 ഉണ്ട് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യണമെന്ന രീതി നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4. അതായത് തന്നിരിക്കുന്ന വോളിയത്തിൽ എത്ര 22.4 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എന്ത് കിട്ടും? വോളിയത്തിൽ നിന്നുള്ള നമ്പർ ഓഫ് മോൾസ് നമുക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് മോളിക്യൂൾസ്. മാസ് വെച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു. അതേപോലെ ഇവിടെ വോളിയം വെച്ച്. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് മോളിക്യൂൾസ് അത് കണ്ടെത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4. ഇത് നമ്മൾ തൊട്ടുമ്പോൾ പറഞ്ഞതാണ്. മോൾസിന് എണ്ണം കിട്ടാനുള്ള ഒരു രീതിയാണിത് അല്ലേ. തന്നിരിക്കും ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 22.4. അപ്പോൾ മോൾസ് കിട്ടും. അങ്ങനെ മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. 1 മോളിൽ അവോഗാഡ്രോ നമ്പർ ആണ് മോളിക്യൂൾസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ഇതുപോലെ മാസ് വെച്ചും കഴിഞ്ഞ ക്ലാസ് ചെയ്തായിരുന്നു. എന്താണ്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM ഇൻറ്റു അവോഗാഡ്രോ നമ്പറും. പിന്നെ അത് ആറ്റംസ് കണ്ടുപിടിക്കാനാണ്. മോളിക്യൂൾസ് എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GMM ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അതേപോലെ വോളിയം വെച്ചാണെന്നേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നോക്കാം. കാൽക്കുലേറ്റ്
number of molecules of the following gases at STP. മൂന്ന് സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് 44.8 ലിറ്റർ അമോണിയ. 44.8 ലിറ്റർ അമോണിയയിലുള്ള മോളിക്യൂൾസ് കാണണം. അത് നമ്മൾ ആദ്യം ഇവിടെ മോൾസ് കാണുന്നു. മോൾസ് കാണാൻ തൊട്ടുമ്പ് പറഞ്ഞതുപോലെ തന്നെ 44.8 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 44.8ൽ 2 തവണ 22.4 ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ആൻസർ 2 മോൾ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ച് 2 മോളിലുള്ള മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ 2 മോൾ ആണ് ഇവിടെ വന്നത്. അപ്പോൾ അതിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടാൻ വേണ്ടി 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിൽ മോൾസ് ആദ്യം കാണണം. അപ്പോൾ മോൾസ് ഇസ് ഈക്വൽ ടു 89.6 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 4 മോൾ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 മോളിലുള്ള മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടി അപ്പോൾ മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 1 മോളിൽ അവോഗാഡ്രോ നമ്പർ. അങ്ങനെയാണെങ്കിൽ 4 മോളിൽ ഉള്ള മോളിക്യൂൾസ് കിട്ടാൻ 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ്. 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് 112 ലിറ്റർ N2. അപ്പോൾ എന്ത് ചെയ്തു? മോൾസ് ഇസ് ഈക്വൽ ടു 112 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 112ൽ 5 തവണയാണ് 22.4 ഉള്ളത്. അപ്പോൾ അതിന്റെ ആൻസർ 5 മോൾ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മോൾസ് കണ്ടുപിടിക്കുക ആദ്യം. 1 മോളിൽ അവോഗാഡ്രോ നമ്പർ വെച്ച് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്ന മോൾസ് ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ആറ്റംസ് ഫ്രം ഗിവൺ സാമ്പിൾ ഓഫ് ഗ്യാസസ്. അതായത് ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്യാസസ് തന്നിരിക്കുന്ന ഗ്യാസസ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ആ മോളിക്യൂൾസിൽ നിന്ന് ആറ്റംസ് കണ്ടെത്തണം. അത് മാസ് വെച്ച് നമ്മൾ ചെയ്ത ഒരു രീതി തന്നെ. പക്ഷേ ഇവിടെ മോൾസ് കാണാനുള്ള ഒരു മെത്തേഡിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു ഗിവൺ വോളിയം ബൈ 22.4 ചെയ്യുമ്പോൾ മോൾസ് കിട്ടും. മോൾസിൻ്റെ അവോഗാഡ്രോ നമ്പർ ചെയ്യുമ്പോൾ മോളിക്യൂളിൻ്റെ എണ്ണം കിട്ടും. മോളിക്യൂളിലുള്ള ടോട്ടൽ ആറ്റംസ് കാണാൻ അതിൻ്റെ ഒരു കാര്യം ഇവിടെ ചെയ്യണം. നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡിൻ്റെ മോളിക്യൂൾ. നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡിൻ്റെ മോളിക്യൂൾ. ആ തന്നിരിക്കുന്ന ഗ്യാസിയസ് മോളിക്യൂളിലുള്ള ആറ്റംസിൻ്റെ എണ്ണം കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടി, ഈ നമ്പർ ഓഫ് ആറ്റംസ് ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസിനെ നമ്മൾ പറയുന്ന ഒരു ഒറ്റ വാക്കുണ്ട്, അറ്റോമിസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റു അറ്റോമിസിറ്റി എന്ന് എഴുതിയാലും ഇതാണ് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡിന്റെ മോളിക്യൂൾ. അപ്പോൾ ഒരു മോളിക്യൂളിലുള്ള ആറ്റംസ് എത്ര എണ്ണം എന്ന് പറയുന്നതിനെയാണ് ആ മോളിക്യൂളിന്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. അത് അറിഞ്ഞിരുന്നാൽ മതി, അല്ലെങ്കിൽ ഇത് മതി, നമ്പർ ഓഫ് ആറ്റംസ് കമ്പൈൻഡിന്റെ മോളിക്യൂൾ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലോ, പേനയുടെ കേസ് അല്ലെ. ഒരു കവർ പേനയിൽ ഒരു കവർ പാക്കറ്റ് നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് 10 പേനയുണ്ട്. അങ്ങനെ ഒരു 100 കവർ മേടിച്ചാൽ ടോട്ടൽ എത്ര പേനകൾ ഉണ്ടാവും? അപ്പോൾ നമ്മളോട് ചെയ്തത് എന്താണ്? ഒരു കവറിലുള്ളത് 10 ആണ്. 10 ഇൻറ്റു വാങ്ങിയ പാക്കറ്റ്സ് 100 ആണ്. അപ്പോൾ 10 ഇൻറ്റു 100 അല്ലേ. അപ്പോൾ 1000 പെൻസ്, 1000 പേനകൾ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. അതേപോലെയുള്ള ക്വസ്റ്റ്യൻ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് അറ്റ് STP. ഇവിടെ 3 സാമ്പിളുകൾ തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 44.8 ലിറ്റർ അമോണിയ. ആദ്യം ഇതിലുള്ള മോൾസ് അല്ലെ, മോൾസ് ആണ് എന്ത് ചെയ്യും? ഗിവൺ വോളിയം ബൈ 22.4. അപ്പോൾ ഇവിടുത്തെ ഗിവൺ വോളിയം 44.8 ആണ്. അപ്പോൾ 44.8 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ അതിന്റെ ആൻസർ 2 മോൾ എന്ന് വരും. ഇനി ഇതിലുള്ള മോളിക്യൂൾസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അപ്പോൾ നമുക്ക് മോളിക്യൂൾസിന്റെ എണ്ണം മനസ്സിലായി കഴിഞ്ഞു, 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആണ്. ഇനി ചിന്തിക്കേണ്ടത് ഈ രീതിയിലാണ്, ഇത്രയും മോളിക്യൂളിലും കൂടെ എത്ര ആറ്റംസ് വരും? 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസിലും കൂടി ടോട്ടൽ എത്ര ആറ്റംസ് വരും? അപ്പം നമ്മൾ അമോണിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അമോണിയയിൽ ഒരെണ്ണത്തിൽ എത്ര ആറ്റംസ് ഉണ്ട്? എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കണം. ഒരു നൈട്രജൻ, 3 ഹൈഡ്രജൻ. അപ്പം ടോട്ടൽ 4 ആറ്റംസ് ഉണ്ട്. അമോണിയ മോളിക്യൂളിൽ 4 ആറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരു മോളിക്യൂളിൽ 4 ആറ്റംസ് വെച്ച് ഇത്രയും മോളിക്യൂളിൽ ടോട്ടൽ എത്ര ആറ്റംസ് വരും? അതാണ് ക്വസ്റ്റ്യൻ. 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസിൽ ടോട്ടൽ എത്ര ആറ്റംസ് വരും? അപ്പോൾ അത്രയും മോളിക്യൂൾസ് ഇൻറ്റു നമുക്ക് കിട്ടിയ മോളിക്യൂൾസിന്റെ എണ്ണം 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 4 കൂടി ചെയ്യണം. അപ്പോൾ ഒരെണ്ണത്തിൽ 4 എണ്ണം വെച്ച് ഒരു മോളിക്യൂളിൽ 4 ആറ്റംസ് വെച്ച് 2 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസിൽ കൂടെ ടോട്ടൽ എത്ര ആറ്റംസ് വരും? അപ്പോൾ നമ്മൾ
ആ കിട്ടിയ മോളിക്യൂൾസിന്റെ എണ്ണം ഇൻറ്റു ഒന്നിലെ എണ്ണം. ഓക്കെ, അപ്പോൾ ഒരു മോളിക്യൂളിലെ ആറ്റംസിന്റെ എണ്ണം, എന്നിട്ട് 2ഉം 4ഉം കൂടി നമുക്ക് മൾട്ടിപ്ലൈ എഴുതാം. 2ഉം 4ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും. 8 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആറ്റംസ് ഉണ്ടാവും. 8 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആറ്റംസ്. ഓക്കെ, ഇനി 89.6 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഇതിലെ മോൾസ് എന്ന് പറയുമ്പോൾ 89.6 ഡിവൈഡഡ് ബൈ 22.4. 89.6 ഡിവൈഡഡ് ബൈ 22.4, അപ്പോൾ 4 മോൾ എന്നാണ് വരുന്നത്. അപ്പോൾ ഇതിലുള്ള ആറ്റംസ് കിട്ടാൻ വേണ്ടി 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ചെയ്യണം ആദ്യം. അപ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണമായി 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് എന്ന് കിട്ടും. 4 മോൾ ആണ്. അപ്പോൾ 4 മോളിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഇനി ഒരു കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഒരു കാർബൺ, 2 ഓക്സിജൻ, അങ്ങനെ 3 ആറ്റംസ് ആണ് ഒരു CO2 ഉള്ളത്. അപ്പൊ ഈ പറയുന്ന മോളിക്യൂൾസിന്റെ എണ്ണത്തിന്റെ കൂടെ ഇൻറ്റു 3യും കൂടെ ചെയ്യണം. അപ്പോൾ 4 ഇൻറ്റു 3 12 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 12 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ, അതാണ് ആൻസർ. 12 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആറ്റംസ്. അപ്പോൾ മോളിക്യൂൾസിന്റെ എണ്ണം 4 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആണ്, ഇൻറ്റു 3യും കൂടെ ചെയ്യണം, 12 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ എന്ന് വരും. നെക്സ്റ്റ് 112 ലിറ്റർ N2. 112 ലിറ്റർ N2 ആണ്. അപ്പോൾ ആദ്യം മോൾസ് കാണുന്നു. മോൾസ് is equal to 112 ഡിവൈഡഡ് ബൈ 22.4. അപ്പോൾ 5 തവണ അടങ്ങുമെന്ന് പറഞ്ഞു. 5 മോൾ എന്നാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം എന്തായിരിക്കും? 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ആയിരിക്കും. 5 മോൾ ആയതുകൊണ്ട് ഇവിടുത്തെ മോളിക്യൂൾസിന്റെ എണ്ണം 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. അതിന്റെ കൂടെ 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് കിട്ടി. ഇനി ഒരു N2ൽ 2 ആറ്റംസ് ആണുള്ളത്, 2 നൈട്രജൻ ആണ് കമ്പൈൻഡ് ആയിട്ടുള്ളത്. അപ്പൊ 2ഉം കൂടെ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ മോളിക്യൂൾസ് ഉണ്ട്, അതിൽ ഒരു നൈട്രജൻ മോളിക്യൂളിലുള്ള 2 ആറ്റംസ് വെച്ച് ടോട്ടൽ എത്ര ആറ്റംസ് വരുമെന്നാണ്. അപ്പൊ 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 2. 5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ഇൻറ്റു 2. ആ 5ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 10 വരും. അപ്പൊ ആറ്റംസ് is equal to 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. 5ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 10 വരും. അപ്പൊ 10 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഈ ഒരു മോളാർ ഓളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുക വ്യക്തമായിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഇതിന്റെ അപ്ലൈഡ് ആയിട്ടുള്ള സ്റ്റോയിയോമെട്രിക് കാൽക്കുലേഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതിൻ്റെ അകത്ത് ലിമിറ്റിംഗ് റിയേജന്റ്, പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ്, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാസ് ബേസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും ഓളിയത്തിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളും കൂടി പഠിച്ചു വെക്കുക. അത് എല്ലാത്തിൻ്റെയും കൂടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരുന്നത്. അപ്പൊ ഇത് ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാതെ അത് നമുക്കത് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അതായത് കാൽക്കുലേഷൻ ഓഫ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ കുറച്ച് ഡീറ്റെയിൽസ് തരും. കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിനുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് അറിയാം, പഠിച്ചതാണ്. ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ സിമ്പിൾ റേഷ്യോ, ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ സിമ്പിൾ റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്ന ഫോർമുലയാണ് എംപിരിക്കൽ ഫോർമുല. പിന്നെ പറഞ്ഞത് മോളിക്കുലാർ ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളിലുള്ള ആറ്റംസിന്റെ ആക്ച്വൽ നമ്പർ, യഥാർത്ഥ എണ്ണം കാണിക്കുന്ന ഫോർമുലയാണ് മോളിക്കുലാർ ഫോർമുല. അപ്പൊ അതിന്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? ഇതാണ് പ്രോബ്ലം. ഇവിടെ തന്നിരിക്കുന്നത് ആ കോമ്പൗണ്ടിലുള്ള ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് ആണ്. 4.07% ഉണ്ട് ഹൈഡ്രജൻ, 24.27% ഉണ്ട് കാർബൺ ആൻഡ് 71.65% ഉണ്ട് ക്ലോറിൻ. ഓക്കെ, ഓരോ എലമെന്റിന്റെയും മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, പിന്നെ അതിന്റെ മോളാർ മാസ്. അപ്പൊ ഇത് ചെയ്തു വരേണ്ട കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം കൺവേർഷൻ ഓഫ് മാസ് പെർസെൻറ്റേജ് ഇൻറ്റു ഗ്രാംസ്.
ഇപ്പോൾ മാസ് പെർസെൻറ്റേജ് തന്നിരിക്കുന്നതിനെ നമുക്ക് അതിൻ്റെ ഗ്രാംസിലുള്ള മാസ് ആയിട്ട് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. സിൻസ് വി ആർ ഹാവിംഗ് മാസ് പെർസെൻറ്റേജ്, it is convenient to use 100 gram of the compound as the starting material. അതായത് നമ്മൾ ഈ മാസ് പെർസെൻറ്റേജ് കാണുന്നത് 100-ലാണല്ലോ, അതുകൊണ്ട് നമുക്കിതിൻ്റെ ടോട്ടൽ മാസ് 100 എന്ന് എടുക്കുക. 100 എന്നാണ് നമുക്ക് കൺവീനിയന്റ്, യൂസ് ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ട് 100 ഗ്രാം എടുക്കുന്നു. ആ 100 ഗ്രാമിൽ എന്താണ്, thus in the 100 gram of sample of the above compound, അപ്പോൾ 100 ഗ്രാം എന്നാണ്, 100-ലാണ് നമ്മൾ 100-ലാണ് മാസ് പെർസെൻറ്റേജ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ 100 ഗ്രാം ആണ് ആ ടോട്ടൽ കോമ്പൗണ്ട് എന്ന് എടുത്തുകൊണ്ട് 100 ഗ്രാം കോമ്പൗണ്ടിൽ എന്തായിരിക്കും, 4.07 ഗ്രാം ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, 100 ആണ് നമ്മൾ മാസ് പെർസെൻറ്റേജ് കാണുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് നമുക്ക് ഗ്രാമിലേക്ക് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ചിന്തിക്കാം. ഇപ്പോൾ 4.07% എന്നുള്ളത് ഇവിടെ 100-ൽ 4.07 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെന്ന് എടുക്കാം. 4.07 ഗ്രാം ഹൈഡ്രജൻ, 24.27 ഗ്രാം കാർബൺ ആൻഡ് 71.65 ഗ്രാം ക്ലോറിൻ ആർ പ്രസന്റ്. അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതായത് പെർസെൻറ്റേജിൽ തന്നിരിക്കുന്നതിനെ ഗ്രാമിലാക്കി അതേ കണക്ക് ചിന്തിക്കുക. 100 ഗ്രാം ആണ്, 100 ഗ്രാമിൽ 4.07 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടാവും, 24.27% കാർബൺ ഉണ്ടാവും, 71.65% ക്ലോറിൻ ഉണ്ടാവും. അങ്ങനെ എടുക്കുക. ഇനി കൺവേർട്ട് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെന്റ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എങ്ങനെ എണ്ണാം. നമ്പർ ഓഫ് ആറ്റംസ് കിട്ടിയാലല്ലേ അതിനെ ഓൾ നമ്പറും ആക്ച്വൽ നമ്പറൊക്കെ ആക്കി എഴുതാൻ, ആക്ച്വൽ നമ്പർ ആയിട്ടും പിന്നെ അതിന്റെ സിമ്പിൾ റേഷ്യോ ആയിട്ടൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസ് കിട്ടണം, അതിനാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. കൺവേർട്ട് ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഈച്ച് എലമെന്റ്, അല്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്നും പറയും. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് അത് സിമ്പിൾ ആണ്. കാര്യം നമുക്ക് ഹൈഡ്രജന്റെ മാസിനെ കുറിച്ച് ആദ്യം പറയാം. മോൾസ് ഓഫ് ഹൈഡ്രജൻ ആദ്യം അതാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്. നമുക്ക് തന്നിരിക്കുന്ന മാസ് എത്രയാണ് ഹൈഡ്രജൻ്റെത്? 4.07 ഗ്രാം ആണ്. ഇവിടെ നമ്മൾ ഒരു ഹൈഡ്രജന്റെ മാസ് പഠിച്ചിരിക്കുന്നത് എന്താണ്? 1 പോയിന്റ്, കറക്റ്റ് പറഞ്ഞാൽ 1.008. 1.008 അത് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് റൗണ്ട് ചെയ്ത് 1 ആണ് എടുക്കുന്നത് സാധാരണ. അപ്പൊ ഈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, 4 ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് കാണും? 1 വെച്ച് 4 ഹൈഡ്രജൻ ആറ്റം എന്തായാലും ഉണ്ടാവുമല്ലോ. 4 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 4 ഹൈഡ്രജൻ ചേർന്ന് വരുന്ന മാസാണ്, അവിടെ നിന്ന് തന്നെ ഊഹിക്കാം. അപ്പോൾ ഇവിടെ മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് എന്ത് ചെയ്യും? ആ തന്നിരിക്കുന്ന മാസത്തിന് ഡിവൈഡ് ചെയ്യും. 4.07 ഡിവൈഡ് ബൈ 1.008. മോൾസ് കാണുന്ന രീതി തന്നെ. ഈവൻ മാസ് ആയിട്ട് നമ്മൾ 4.07 എടുക്കുന്നു. അതിൽ ഒരു ഹൈഡ്രജന്റെ മാസ് വെച്ച് എത്ര തവണയുണ്ട്? അപ്പൊ 4 തവണ അടങ്ങുന്നു നമുക്ക് അല്ലാതെ തന്നെ മനസ്സിലാക്കാം. 4 ഹൈഡ്രജന്റെ മാസാണ് 4.07 ഗ്രാം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 4.04 എന്നാണ്. അപ്പൊ 4 ഹൈഡ്രജൻ ആറ്റം നമ്മൾ റൗണ്ട് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ 4 ഹൈഡ്രജൻ ആറ്റംസ് ആണ് 4 ഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിലേ 4 ഗ്രാം ഹൈഡ്രജൻ ആവത്തുള്ളൂ 4 ഗ്രാം വെച്ച്. ഇവിടെ നമ്മൾ കറക്റ്റ് വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നുള്ളൂ. 4.07 ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1.008 ആണ്. അങ്ങനെ 4.04 വന്നു. ഇനി മോൾസ് ഓഫ് കാർബൺ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് കാർബൺ എത്ര എണ്ണം ഉണ്ട് എന്നാണ്. ഇപ്പൊ കാർബണിന്റെ മാസ് നമ്മൾ റൗണ്ട് ചെയ്ത് ഉപയോഗിക്കുന്ന 12 എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നത് ആ കോമ്പൗണ്ടിൽ 24 ഗ്രാം കാർബൺ ഉണ്ടെന്നാണ്. അത് നമുക്ക് ഊഹിക്കാം. 24 വരണമെങ്കിൽ എന്തായാലും 12 വെച്ച് 2 കാർബൺ ഉണ്ടാവണം ആ കോമ്പൗണ്ടിൽ, 2 കാർബൺ. അപ്പൊ തന്നെ കാർബണിന്റെ എണ്ണം കിട്ടും. പിന്നെ നമ്മൾ സ്റ്റെപ്പ് എഴുതുന്നു. 24.27 ഡിവൈഡഡ് ബൈ 12.01. 24.27 ഡിവൈഡഡ് ബൈ 12.01. അപ്പോൾ കാർബണിന്റെ എണ്ണം കിട്ടുന്നു 2.021. 2.021 അല്ലെങ്കിൽ മോൾസ് ഓഫ് കാർബൺ. അപ്പൊ 2 മോൾ കാർബൺ ആണെങ്കിൽ 2 കാർബൺ വേണം. അപ്പൊ 12 വെച്ച് 12 ആണ് 12 ഗ്രാം ആണ് കാർബണിന്റെ 1 മോളിന്റെ മാസ്. അങ്ങനെ 2 എണ്ണം 12 ഗ്രാം. അങ്ങനെയാണ് അവിടെ 2 മോൾ വരുന്നത്. 2 GAM വന്നിട്ട് 2 ഗ്രാം അറ്റോമിക് മാസുകൾ വന്നിട്ട് 2 വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാലും മതി. കാർബണിന്റെ മാസ് 12 ആണ്, 24 ആവണമെങ്കിൽ അതിൽ 2 കാർബൺ എന്തായാലും ഉണ്ടാവണം. ആ ഒരു രീതിയിൽ ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. 24.27 ഗ്രാം ഡിവൈഡ് ബൈ 12.01 ഗ്രാം ഈക്വൽ ടു 2.021 എന്ന് കിട്ടും. ഇനി മോൾസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ മാസ് ഒരെണ്ണത്തിൻ്റെത് 35.5 ആണ്. 35.5 ഗ്രാം ആണ്. ഇവിടെ തന്നിരിക്കുന്നത് ആ കോമ്പൗണ്ടിൽ 71.65 ഗ്രാം കാർബൺ ഉണ്ട്. അപ്പൊ 35.5 രണ്ട് തവണ എടുക്കുമ്പോൾ എന്താവും? 71 ആവും. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം, ക്ലോറിൻ 71.65 ആണെങ്കിൽ 71 വന്ന സ്ഥിതിക്ക് 35.5 വെച്ചിട്ട് 2 ക്ലോറിൻ എന്തായാലും ആ കോമ്പൗണ്ടിൽ ഉണ്ടാവും.
അപ്പോൾ അത് സ്റ്റെപ്പ് എഴുതുമ്പോൾ മോൾസ് ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ക്ലോറിൻ ഇസ് ഈക്വൽ ടു 71.65 gram divided by 35.45. അപ്പോൾ 2.021 അത് 2 തവണ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ റൗണ്ട് ചെയ്യുകയാണെങ്കിൽ, ഡയറക്റ്റ് മെത്തേഡ് പറയുകയാണ്, ഇവിടെ നമുക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മോളിക്കുലർ ഫോർമുല കിട്ടിക്കഴിഞ്ഞു. ഡയറക്റ്റ് പറയാണ്, ബാക്കി സ്റ്റെപ്പിലോട്ട് പോവാം, സ്റ്റെപ്പ് അനുസരിച്ച് പറയാം. തൽക്കാലം ഞാനൊരു മുമ്പേ പറയുവാണ്. ഇവിടെ നമുക്ക് ഹൈഡ്രജന്റെ എണ്ണം റൗണ്ട് ചെയ്ത് ഇവിടുന്ന് 4 എന്ന് എടുക്കാം. മോൾസ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് 2 എന്ന് എടുക്കാം. മോൾസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത് 2 എന്ന് എടുക്കാം. അപ്പൊ ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പൊ ഇതിൽ കാർബൺ ആദ്യം എഴുതണം. കാർബണിന്റെ എണ്ണം എന്താണ്? 2 ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. അത് കാർബണിന്റെ എണ്ണം 2. ഹൈഡ്രജൻ റൗണ്ട് ചെയ്യുമ്പോൾ 4 എന്ന് എടുക്കാം. അപ്പൊ ഹൈഡ്രജൻ 4. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം ഉണ്ടെന്നാണ്. നമുക്ക് റൗണ്ട് ചെയ്യുമ്പോൾ 2 എന്ന് എടുക്കാം. Cl2 കണ്ട, C2H4 Cl2. ഇതാണ് നമ്മുടെ കോമ്പൗണ്ട്. ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ടാണ് കാർബൺ ആദ്യം എഴുതുന്നത്. അപ്പൊ കാർബൺ C2H4 Cl2. അപ്പൊ മോളിക്കുലർ ഫോർമുല കിട്ടി. ഇതിന്റെ സിമ്പിൾ റേഷ്യോ അനുസരിച്ച് എഴുതിയാൽ എംപിരിക്കൽ ഫോർമുലയുമായി. ഇതിന്റെ സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:4:2 അല്ലേ? സിമ്പിൾ റേഷ്യോ ആകുമ്പോൾ 1:2:1 എന്നാവും. 1:2:1 അതിവിടെ ഉണ്ട്. ഒന്നായതുകൊണ്ട് കാണിക്കൂല. കാർബൺ 1, ഹൈഡ്രജൻ 4 എന്നുള്ളത് 2 ആവും. അപ്പൊ Cl2 എന്നുള്ളത് വീണ്ടും 1 ആയി മാറും. അപ്പോൾ CH2Cl. അതാണ് എംപിരിക്കൽ ഫോർമുല. അതായത് മോളിക്കുലർ ഫോർമുലയിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതിന്റെ എല്ലാം സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ എടുത്തു. 1:2:1. അതനുസരിച്ച് കാർബൺ, ഹൈഡ്രജൻ, ക്ലോറിൻ എഴുതുമ്പോൾ CH2Cl എന്ന് വരും. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആക്ച്വലി അതിന്റെ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റെപ്പ് അനുസരിച്ച് കൂടെ നോക്കാം. ഞാൻ ഡയറക്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് എണ്ണം മനസ്സിലായി. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ സിമ്പിൾ റേഷ്യോ ആക്കണം. ഈ ആറ്റംസിനെ സിമ്പിൾ റേഷ്യോ ആക്കണം. അപ്പൊ സിമ്പിൾ റേഷ്യോ ആക്കാൻ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ കിട്ടിയ ആൻസറിൽ ഏറ്റവും ചെറിയ മോൾസ് കൊണ്ട്, അല്ലെങ്കിൽ കിട്ടിയ ചെറിയ ആൻസർ കൊണ്ട് ഇതെല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ഗ്ലൂക്കോസ് C6H12O6 എന്നാണ് ആറ്റങ്ങളുടെ എണ്ണം കിട്ടുന്നത്. C6H12O6. അപ്പൊ അതിൽ 6 ആണ് ലീസ്റ്റ് നമ്പർ. അപ്പൊ നമ്മൾ അതിനെ സിമ്പിൾ റേഷ്യോ ആക്കാൻ യഥാർത്ഥത്തിൽ അവിടെ ചെയ്യുന്നത് എത്ര തവണ 6 അടങ്ങുമെന്നാണ് നോക്കുന്നത്. C6H12O6 ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിലുള്ള ആറ്റംസിന്റെ എണ്ണത്തിൽ 6 ആണ് ഏറ്റവും ചെറുത്. ആ ചെറുത് വെച്ച് നമ്മൾ അതിനെല്ലാം ഡിവൈഡ് ചെയ്യുകയാണ്. ഇപ്പം കാർബൺ 6, അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 6/6 1 ആവും. സിമ്പിൾ റേഷ്യോ കിട്ടി, 1 ആവും. അപ്പുറത്ത് ഹൈഡ്രജൻ 12 ആണ്. അപ്പൊ 12/6 തന്നെയാണ് നമ്മൾ നോക്കുന്നത്. 12/6 എത്ര വരും? 2 വരും. 12/6 2. 1:2 എന്നായി. ഇനി ഓക്സിജന് 6 ആണ്. അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യും. 6/6 എത്ര വരും? 1. അപ്പൊ 1:2:1 അങ്ങനെ. അപ്പൊ നമ്മൾ സിമ്പിൾ റേഷ്യോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ ചെറിയ നമ്പർ വെച്ചിട്ട്, ഇതിൽ കിട്ടിയ ചെറിയ നമ്പർ വെച്ചിട്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റെപ്പ് 3 വന്നത്. ഡിവൈഡ് each of the mole values obtained above by the smallest number amongst them. അപ്പോൾ ഇവിടെ since 2.021 is smallest value, അതാണ് ഇവിടുത്തെ സ്മാളസ്റ്റ് വാല്യൂ. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവിഷൻ ബൈ ഇറ്റ് ഗീവ്സ് റേഷ്യോ ഓഫ് 2:1:14 HCCl. ഓക്കെ, അതാ ഹൈഡ്രജൻ ആദ്യം പറഞ്ഞുകൊണ്ട് ഹൈഡ്രജൻ റേഷ്യോ 2, കാർബൺ റേഷ്യോ 1, ക്ലോറിന്റെ റേഷ്യോ 1. അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ ചെറിയ ആൻസർ 2.021 ആണ്. ഇത് വെച്ച് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2.021 ഡിവൈഡഡ് ബൈ 2.021 ചെയ്ത് നോക്കുക. 2.021 ഡിവൈഡഡ് ബൈ 2.021. അപ്പൊ 1 കിട്ടുമല്ലോ. ഇവിടുത്തെ ആൻസർ 1 ആണ്. അപ്പൊ ക്ലോറിന്റെ സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ എന്ന് പറയുന്നത് 1 കിട്ടും. ഇവിടെയും 2.021 ഡിവൈഡഡ് ബൈ 2.021 തന്നെ. ഇവിടെയും 1 തന്നെ വരും. അപ്പൊ കാർബണിന്റെ എണ്ണവും 1 ആണ്. ഇനി മോൾസ് ആയിരുന്നു. അപ്പൊ കിട്ടുന്നത് 4.01 ആണ്. അപ്പൊ 4.04 ഡിവൈഡഡ് ബൈ 2.021. 4.04 ഡിവൈഡ് ബൈ 2.021. അപ്പൊ അവിടെയും കിട്ടുന്ന ആൻസർ സിമ്പിൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2 ആണ്. ചെയ്ത് നോക്കുക. 4.04 ഡിവൈഡ് ബൈ 2.021. അവിടെ ആൻസർ ഹൈഡ്രജന്റെ എണ്ണം 2 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ സിമിലർ ആയിട്ടുള്ള സംഖ്യകൾ തന്നെ ഡിവൈഡ് ചെയ്യുകയാണ്. 2.021 ഡിവൈഡ് ബൈ 2.021 1 വരും. ഇവിടെയും 2.021 ഡിവൈഡ് ബൈ 2.021 1 വരും. 4.04 ഡിവൈഡ് ബൈ 2.021 അവിടെയും 2 കിട്ടും. അപ്പൊ ഹൈഡ്രജന്റെ സിമ്പിൾ റേഷ്യോ 2 ആണ്. അതുകൊണ്ടാണ് ഇത് അവിടെ 2 വന്നത്. ഇവിടെ കാർബണിന്റെ എണ്ണം 1 ആണ്. അല്ല, സിമ്പിൾ റേഷ്യോ 1 ആണ്. അപ്പൊ അവിടെയും 1 വരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ്റെതും
1 വരുന്നു. അതനുസരിച്ച് എഴുതുവാണെങ്കിൽ ഹൈഡ്രജൻ, കാർബൺ, ക്ലോറിന്റെ എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ കേസ് ഓഫ് the ratios are not whole numbers, then they may convert it into whole number by multiplying with the suitable coefficient. ഓക്കെ, ഹോൾ നമ്പർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ നമ്പർ ആക്കണമെന്നാണ്. റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അത് നോക്കുക. റൈറ്റ് ഡൗൺ ദി എംപിരിക്കൽ ഫോർമുല by mentioning the numbers after writing the symbols of respective elements. ആ കിട്ടിയ എണ്ണ ഓരോ ആറ്റത്തിന് അങ്ങ് കൊടുക്കുക. കാർബൺ 1 ആണ് കാർബണിന്. ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് കാർബൺ ആദ്യം എഴുതണം. കാർബണോ ഹൈഡ്രജനോ ഉണ്ടെങ്കിൽ അത് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. അപ്പോൾ കാർബൺ ആദ്യം എഴുതുന്നു. കാർബണിന്റെ റേഷ്യോ ഇവിടെ 1 ആണ്. ആ 1 ഇവിടെ കാണിക്കുന്നില്ല. എച്ചിന്റെ റേഷ്യോ 2 ആണ്. അപ്പോൾ CH2 പിന്നെ ഏതുണ്ട് Cl. അപ്പോൾ നമ്മളിവിടെ ആദ്യം എഴുതുന്ന ഏതാണ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കണക്കാക്കിയിട്ട് അതനുസരിച്ച് എഴുതി വെക്കുകയാണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയാണ് ഇവിടെ ആദ്യം കണ്ടെത്തിയിരിക്കുന്നത്. CH2Cl ഈസ് ദസ് ദ എംപിരിക്കൽ ഫോർമുല ഓഫ് ദി എബോവ് കോമ്പൗണ്ട്. പറഞ്ഞൊന്നും വേറൊന്നുമല്ല. നമ്മൾ തന്നിരിക്കുന്ന പെർസെൻറ്റേജിലുള്ള മാസിനെ, മാസ് പെർസെൻറ്റേജിനെ എന്ത് ചെയ്തു, ഗ്രാമിൽ അതേപോലെ ആക്കി എഴുതി. എന്നിട്ട് ആ ഓരോ തന്നിരിക്കുന്ന ഓരോ ഗ്രാമിലും ഓരോ എലമെന്റിന്റെ ആ ഗ്രാമിലുള്ള മാസിലും എത്ര ആറ്റംസ് വീതം വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനാണ് ഇവിടെ നമ്പർ ഓഫ് മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, എത്ര ആറ്റംസ് വീതം ഉണ്ട് എന്ന് കണ്ടെത്തി. എന്നിട്ട് ഇതിനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആക്കാൻ വേണ്ടി കിട്ടുന്ന ആൻസറിൽ സ്മാളസ്റ്റ് വാല്യൂ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതനുസരിച്ച് ആ ആറ്റങ്ങൾ എഴുതുമ്പോൾ അതിന്റെ എംപിരിക്കൽ ഫോർമുല കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം എന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ നിന്ന് തന്നെ എഴുതുക. റൗണ്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. ഇവിടെ നിന്ന് തന്നെ 4/2. ഇപ്പോൾ മോളിക്കുലർ ഫോർമുല അവിടെ നിന്ന് കിട്ടും. അതിന്റെ സിമ്പിൾ റേഷ്യോ ഒക്കെ എഴുതാം. എംപിരിക്കൽ ഫോർമുല ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താം. പിന്നെ ടെക്സ്റ്റിലെ മെത്തേഡ് പറയുന്നതേ ഉള്ളൂ. ഇനി റൈറ്റിംഗ് മോളിക്കുലർ ഫോർമുല. ഡിറ്റർമൈൻ എംപിരിക്കൽ ഫോർമുല mass by adding the atomic masses of various atoms present in the empirical formula. അവിടെ എംപിരിക്കൽ ഫോർമുല മാസ് കാണണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കാണുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് നമ്മൾ കിട്ടിയ എംപിരിക്കൽ ഫോർമുലയുടെ മാസാണ്. ഒരു കാർബൺ, 2 ഹൈഡ്രജൻ, ഒരു ക്ലോറിൻ, ഇതിനെല്ലാം കൂടി മാസുകൾ കൂട്ടണം. ഒരു കാർബണിന്റെയും 2 ഹൈഡ്രജന്റെയും 1 ക്ലോറിന്റെയും മാസ് എടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എംപിരിക്കൽ ഫോർമുല മാസ്. ഇവിടെ ചെയ്തിട്ടുണ്ട്. കാർബണിന്റെ മാസ് കറക്റ്റ് 12.0 ആണ്. ഒരു കാർബണേ ഉള്ളൂ. പ്ലസ് 2 × 1.008. ഹൈഡ്രജന്റെ കറക്റ്റ് മാസ് ആണ് 2 × 1.008 പ്ലസ് ക്ലോറിന്റെ മാസ് 35.453. ഇതിന് റൗണ്ട് ചെയ്താണ് നമ്മൾ 35.5 എന്ന് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് വാല്യൂ എടുത്തു. അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് വന്നത് 49.48% ആണ്. ഓക്കെ, എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് 49.48 ഗ്രാം ആണ്. 49.48 ഗ്രാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഡിവൈഡ് മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അടുത്ത ചെയ്യേണ്ടത് മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? മോളാർ മാസ് ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട് 98.96 ഗ്രാം ആണ്. മോളാർ മാസ് ക്വസ്റ്റ്യനിലുണ്ട് 98.96 ഗ്രാം. അപ്പോൾ മോളാർ മാസ് 98.96 ഗ്രാം ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ഇവിടെ നമ്മൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 49.48 ഗ്രാം. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 49.48 ഗ്രാം. അപ്പോൾ ആൻസർ എന്തെന്ന് കിട്ടി? 2. ഇത് നമ്മൾ എന്നതാണ് എടുക്കുന്നത്? ഒരു ഇൻറ്റിജർ എന്നതാണ് എടുക്കുന്നത് 2. അപ്പോൾ മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല ചെയ്തു, എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 എന്ന ആൻസർ കിട്ടി. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലൈ എംപിരിക്കൽ ഫോർമുല ബൈ n obtained above get the molecular formula. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ എംപിരിക്കൽ ഫോർമുല ബൈ n obtained above get the molecular formula. അതാണ് ഇവിടെ പറഞ്ഞത്. ഇൻ ദ കേസ് ഓഫ് റേഷ്യോസ് ആർ നോട്ട് ഓൾ നമ്പേഴ്സ്. ഹോൾ നമ്പർ ആക്കിയാലല്ലേ നമുക്ക് അതിനെ മോളിക്കുലർ ഫോർമുല ആക്കാൻ പറ്റും. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുന്നു? then they may be converted into whole number by multiplying by the suitable coefficient എന്ന്. അപ്പോൾ ഇവിടെ ഈ suitable coefficient ആണ് ഏത്? ഈ 2. അത് കണ്ടുപിടിച്ച് എങ്ങനെയാണ്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആ സ്യൂട്ടബിൾ കോഫിഷ്യന്റ് 2. അപ്പോൾ ഇതിനെ ഹോൾ നമ്പർ ആക്കി മാറ്റാൻ വേണ്ടി എംപിരിക്കൽ ഫോർമുലയിൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് പറഞ്ഞേക്കുന്നത്. അതിനെ ഹോൾ നമ്പർ മാസായി കൺവേർട്ട് ചെയ്യണം എന്നതാണ് ഇവിടെ കൊണ്ട്. അങ്ങനെ മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുന്ന കോഫിഷ്യന്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇങ്ങനെ.
മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് 2 എന്ന് കിട്ടി. ഈ 2 കൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? എംപിരിക്കൽ ഫോർമുലയെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു CH2Cl എന്നാണ്. ഇവിടുത്തെ കോഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആണ്. n is equal to 2. ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 2 into CH2Cl. അപ്പോൾ കാർബണിന്റെ എണ്ണം 2 ആവും. 2. അപ്പോൾ 2 താഴെ എഴുതണം C2. പിന്നെ 2 into 2 ഹൈഡ്രജൻ 2 into 2 എന്താവും? 4. 2 into Cl2. അപ്പോൾ ഈ സ്യൂട്ടബിൾ കോഫിഷ്യന്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇത് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാർബണിന്റെ എണ്ണം 2 ആവും. ഹൈഡ്രജൻ 2 ആയി നിൽക്കുന്നുണ്ട്. 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആവും. C2H4 ക്ലോറിനും എന്തായി മാറും? 2 ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് മോളിക്കുലാർ ഫോർമുല. അതുപോലത്തുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. A compound is found to possess carbon is equal to 40%, hydrogen is equal to 6.7%, and oxygen is equal to 53.3%. Its molecular mass is 60. Find the molecular formula of the compound. ഓക്കെ, അപ്പോൾ എംപിരിക്കൽ ഫോർമുല കണ്ടെത്തിയാലേ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു ടേബിളിൻ്റെ രൂപത്തിൽ ചെയ്യാം. സ്പേസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ടേബിൾ പോലെ വരച്ച് ചെയ്യാം. ഫസ്റ്റ് ആ കോമ്പൗണ്ടിൽ ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടെന്നാണ്. കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അത് ക്വസ്റ്റനിൽ തന്നെയുണ്ട്. അത് നമ്മൾ എടുത്തെഴുതുന്നു. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് മാസ് പെർസെൻറ്റേജ് അതിൻ്റെ അകത്തുണ്ട്. കാർബൺ 40 ആണെന്നും ഹൈഡ്രജൻ 6.7 ആണെന്നും ഓക്സിജൻ 53.3 ആണെന്നും. ഇനി അതിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു. കാർബണിന്റെ മാസ് 12, ഹൈഡ്രജന്റെ മാസ് 1, ഓക്സിജന്റെ മാസ് 16, 16. ഇനി ഇതിൽ എത്ര മോൾസ് ഉണ്ടെന്നോ? നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോൾസ്, അതിൽ എത്ര ആറ്റംസ് വീതം വരും എന്നുള്ളതാണ്. അപ്പോൾ 40 ഡിവൈഡ് ബൈ 12 ചെയ്യുന്നു. 40 ഡിവൈഡ് ബൈ 12 3.3 എന്ന ആൻസർ. അതേപോലെ 6.7 ഇവിടെ ഉണ്ട്. അപ്പോൾ 6.7 ഡിവൈഡ് ബൈ ഹൈഡ്രജന്റെ മാസ് 1. അപ്പോൾ എന്ത് കിട്ടി? 6.7 എന്ന് തന്നെ വരും. അതേപോലെ ഓക്സിജൻ 53.3. അപ്പോൾ 53.3 ഡിവൈഡ് ബൈ 16. അപ്പോൾ അതിൻ്റെ ആൻസർ 3.3 എന്ന് വരും. ഇതിൽ സ്മാളസ്റ്റ് നമ്പർ ഏതാണ്? 3.3 ആണ്. ഈ 3 ആൻസറുകളിൽ ഏറ്റവും ചെറുത് 3.3 ഉണ്ട്, 6.7 ഉണ്ട്, 3.3 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറിയ ആൻസർ 3.3 ആണ്. അപ്പോൾ ഈ 3.3 വെച്ചിട്ട് ഈ കിട്ടിയ ആൻസർ എല്ലാത്തിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് 3.3 ഡിവൈഡ് ബൈ 3.3. അപ്പോൾ ഇവിടെ 1 എന്ന് വരും. അതേപോലെ ഇവിടെ 6.7 ആണ് ആൻസർ. അപ്പോൾ 6.7 ഡിവൈഡ് ബൈ അതിനെയും 3.3 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3.3 ദാറ്റ്സ് ഈക്വൽ ടു 2. അടുത്തതും 3.3 ആണ്. അപ്പോൾ 3.3 ഡിവൈഡ് ബൈ 3.3 അതും 1 തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിംപ്ലസ്റ്റ് റേഷ്യോ വന്നിട്ടുണ്ട്. സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടെത്താനാണ് അത് ചെയ്തത്. 1 to 1 എന്ന് കിട്ടി. അതനുസരിച്ച് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജനും എഴുതുക. അപ്പോൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല കിട്ടും. അപ്പോൾ എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് കാർബൺ 1 ഇവിടെ കാണിക്കേണ്ട, ഹൈഡ്രജൻ 2, അതേപോലെ ഓക്സിജൻ 1. അപ്പോൾ CH2O എന്നാണ് അതിൻ്റെ എംപിരിക്കൽ ഫോർമുല വരുന്നത്. CH2O. ഓക്കെ, ഇതിനെ നമ്മൾ മോളിക്കുലർ ഫോർമുലയാക്കണം. മോളിക്കുലർ ഫോർമുലയാക്കാൻ വേണ്ടിയിട്ട് ഒരു കോഫിഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് നമ്മൾ കണ്ടെത്താനായിട്ട് ചെയ്യുന്നത് എന്താണ്? മോളാർ മാസ് ഡിവൈഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പോൾ മോളാർ മാസ് എത്രയാണെന്ന് ആ ക്വസ്റ്റനിലുണ്ട്? 60 ആണ്. 60 ഡിവൈഡഡ് ബൈ 30. 30 എങ്ങനെ വരും? അത് എംപിരിക്കൽ ഫോർമുലയുടെ മാസാണ്. അതായത് കാർബണിന്റെ എണ്ണം 1, അപ്പോൾ 12 എടുക്കാം. ഹൈഡ്രജന്റെ എണ്ണം 2, അപ്പോൾ 2. അപ്പോൾ 12ഉം 2ഉം 14. ഒരു ഓക്സിജൻ 16. അപ്പോൾ 14ഉം 16ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 കിട്ടും. അപ്പോൾ എംപിരിക്കൽ ഫോർമുലയുടെ മാസ്, അതായത് CH2Oയുടെ മാസ്, ഒരു കാർബൺ 2 ഹൈഡ്രജൻ ഓക്സിജൻ, അങ്ങനെ മാസ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ 30 വരും. അപ്പോൾ 60/32 കിട്ടും. ഇനി ഈ 2 വെച്ച് എംപിരിക്കൽ ഫോർമുലയെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 into CH2O എന്ത് വരും? ഇത് മോളിക്കുലർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കാർബണിന്റെ 2 ആവും. C2 2 into H2 H4 2O എന്താവും? O2. അപ്പോൾ C2H4O2 എന്ന് കിട്ടും. ഇതാണ് ഇവിടുത്തെ മോളിക്കുലർ ഫോർമുല. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് അതേപോലെ നോക്കുക. നമ്മൾ പെർസെൻറ്റേജ് മാസിനെ അതിൻ്റെ മാസമായിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നു. മോൾസ് കണ്ടുപിടിക്കുന്നു. മോൾസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുക തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൽ കിട്ടുന്ന ചെറിയ ആൻസർ കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു.
അപ്പോൾ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ കിട്ടും. അതനുസരിച്ച് ഓരോ ആറ്റംസും റെപ്രസെന്റ് ചെയ്ത് എഴുതുമ്പോൾ എംപിരിക്കൽ ഫോമിൽ കിട്ടും. പിന്നെ ഒരു കോഫിഷ്യന്റ് കണ്ടുപിടിക്കണം, അതിനെ മോളിക്കുലർ മാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അതാണ് മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോമുല മാസ് വെച്ച് ചെയ്യുന്നത്. ആ കിട്ടുന്ന നമ്പർ കൊണ്ട് എംപിരിക്കൽ ഫോമുലയും മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് മോളിക്കുലർ ഫോമുലയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും മോൾസിൻ്റെ കേസിൽ പറഞ്ഞ അത്രയും മാസ് ബേസ് ചെയ്തുള്ളതും വോളിയംസ് ബേസ് ചെയ്തുള്ളതും എല്ലാം തറവായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് എൻ്റെ ഇടയ്ക്ക് വരുന്നൊരു ടോപ്പിക്കാണ് ഈ എംപിരിക്കൽ ഫോമുല മോളിക്കുലർ ഫോമുല കണ്ടതെന്നുള്ളത്. അപ്പോൾ അത് ഈ ക്ലാസ്സിൻ്റെ കൂടെ അവതരിപ്പിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും കൂടി ഒന്ന് നോക്കുക. ഓക്കെ.